ഇപ്പോൾ ഇവർക്ക് വളരെ എളുപ്പമാണ് അഖിൽമാരെ സംഖ്യയാക്കാൻ അല്ലെങ്കിൽ താങ്കളെ സംഖ്യയാക്കാൻ. താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയം പറയുമ്പോൾ താങ്കൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്താണ് താങ്കൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ പിടിച്ച് സംഖ്യയാക്കി കഴിഞ്ഞാൽ പതിയെ താങ്കൾ സംഘിപ്പാളയത്തിലേക്ക് പോവുകയും താങ്കൾക്ക് കിട്ടുന്ന സപ്പോർട്ട് സംഘികളുടേതായി മാറുകയും ചെയ്യുന്നതോടുകൂടി താങ്കളും അവരിൽ ഒരാളായി മാറും. അങ്ങനെ ബി ജെ പിയിലേക്ക് പോയ ഒരുപാട് പേരുണ്ട്. അതേസമയം ബി ജെ പി നേതൃത്വത്തോട് താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗവും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു നോർമൽ ഒരു പഴയ ഇപ്പം ബി ജെ പി അല്ലെ ആർ എസ് എസ് പഴയ എനിക്ക് ഒരുപാട് ആർ എസ് എസ്സുകാരെ അറിയാം. ഭയങ്കര ക്വാളിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആർ എസ് എസ്സുകാരെ എനിക്കറിയാം. അപ്പം ഈ സ്വയം സേവകരെന്ന് പറഞ്ഞിട്ട് അതായത് ആ ഒരു കൺസെപ്റ്റിനെ അല്ലാതെ ഈ വർഗീയവാദമോ മുസ്ലിങ്ങളെ ഒന്നുമല്ല, അവർക്കൊപ്പം അവരുടെ പരിപാടിയിൽ ഇടപെട്ട് കൃത്യമായി. പക്ഷേ ഇവിടെ അധികാരം നിലനിർത്തണമെങ്കിൽ ഇവരെ തമ്മിലടിപ്പിച്ചേ പറ്റത്തോളം എന്ന് തിരിച്ചറിയുന്ന ഒരു മേൽത്തട്ടിലുള്ള ആൾക്കാർ ഒരു പ്രശ്നം ഇട്ട് കഴിയുമ്പോൾ അപ്പുറത്തുള്ളവൻ ബഹളം വെച്ച് തുടങ്ങുമല്ലോ. അപ്പുറത്തുള്ളവൻ്റെ ബഹളം കാണുമ്പോഴത്തേക്ക് ഇപ്പുറത്തുള്ളവനും പതുക്കെ ഏറ്റുപിടിക്കും. അങ്ങനെ ബഹളങ്ങൾ കൂടും.